مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ആമീൻ. വിശേഷിച്ച് മലയാളത്തിലേക്ക് ദീന് കൊണ്ടുവന്ന മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു, അത് പിന്നീട് ഇസ്ലാമിക ലോകത്തിന് തന്നെ മാതൃകയാക്കി വളർത്തിയെടുത്ത ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങന്മാർ റളിയല്ലാഹു അൻഹും, ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമറുൽ ഖാലിൽ ബളങ്കൂറ്റി റളിയല്ലാഹു അൻഹു, മഹാന്മാരായ അഹ്ലുബൈത്ത് സദാത്യങ്ങൾ, വിശേഷിച്ച് കോഴിക്കോടിനെ ദീന് കൊണ്ട്, ദീനിൻ്റെ പ്രഭ കൊണ്ട്, കറാമത്ത് കൊണ്ടും ദീന് കൊണ്ടും ആത്മീയമായ ഉത്ഥാനതയിലേക്ക് ഈ രാജ്യത്തെ ലോക ഭൂപടത്തിൽ തന്നെ, ആത്മീയ ലോകത്തിൻ്റെ ഭൂപടത്തിൽ കോഴിക്കോടിന് ഇടം നൽകാൻ കാരണക്കാരനായ ബഹുമാനപ്പെട്ട അലാഉദ്ദീൻ അൽ ഹമ്മസി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മഹാനായ ശിഹാബുദ്ദീൻ ഇമ്പിച്ചുകോയത്തങ്ങൾ റഹിമഹുല്ലാ, ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, ഷുജായി മൊയ്ത് മുസ്ലിയാർ, പതിയ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട വളക്കുളത്ത് നിന്ന് കോഴിക്കോടേക്ക് നടന്ന് മുഷാവറക്ക് വന്നിരുന്ന മഹാനായ വളക്കുളം അബ്ദുൽ ബാരി റഹ്മഹുല്ല, ബഹുമാനപ്പെട്ട ഒരു ഉമ്മത്തിന് ഒരു കറാഹത്ത് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ ഈ ഉമ്മത്തിന് ദിശാബോധം നൽകി കടന്നുപോയ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, ഒരു കാലഘട്ടത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ വെളിച്ചവും ശത്രുവിൻ്റെ പരാജയവും മുസ്ലിം ഉമ്മത്തിൻ്റെ ഇസ്സത്തുമായിരുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിം റഹ്മഹുല്ല, എല്ലാവരുടെയും ഉഖ്റവിയായ ദർജയ്ക്ക് വേണ്ടിയും നമ്മുടെ ഈ സദസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ കത്തിച്ചു വെച്ച വെളിച്ചത്തിൻ്റെ ബാക്കി നമുക്ക് നിർവഹിക്കാൻ വേണ്ടിയും നമ്മുടെ നേട്ടത്തിന് വേണ്ടിയും അവരോട് കൂടെ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയും ഒരു ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ബഹുമാനമുള്ള വന്യരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, വളരെ അസുലഭമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞാനത് വാക്കുകൾക്കതീതമായ ആ ഭാഗത്തേക്ക് ഞാൻ ഇറങ്ങി വരുന്നില്ല. ഇത് ആത്മാർത്ഥതയുടെയും സമർപ്പണത്തിൻ്റെയും മഹാന്മാരായ സാലിഹീങ്ങളുടെ മാർഗം ഇവിടെ നിലനിന്ന് കാണണമെന്ന ആത്മാർത്ഥമായ സഹകരണത്തിന് അവരിൽ നിന്ന് ലഭിച്ച ബറക്കത്തിൻ്റെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവരുടെ കൂടെ പ്രാർത്ഥന ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം വഇദ്യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക് വമിൻ ദുരിയത്തിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക് വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മുൻഗാമികളായ സാലിഹീങ്ങളുടെ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരമായ ഈ സന്ദർഭം വാക്കുകൾക്ക് അതീതമാണ്. അല്ലാഹു തആല നമ്മളൊക്കെ മരണപ്പെട്ടു പോയാലും നമ്മൾ ഈ കാണിച്ച വെളിച്ചത്തിൻ്റെ ബാക്കിയാവും പിൽക്കാലത്തെ വെളിച്ചം. ആ ബോധം നമ്മുടെ പിന്നാലെ പിറവിയെടുക്കുന്ന ഒരു സമൂഹത്തിന് അല്ലാഹു നൽകട്ടെ. നമ്മൾ നമ്മുടെ മുൻഗാമികൾക്ക് റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ എന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. മുൻഗാമികളെ മറക്കരുത്. മുൻഗാമികളെ മറന്നുപോയതാണ് ഇവിടെ പല ആളുകൾക്കും കാലിന് ഇടർച്ച സംഭവിക്കാനുള്ള കാരണം. അല്ലാഹു തആല ആ മുൻഗാമികളായ സാലിഹ്യങ്ങളോട് കൂടെ ചേർന്ന് നിൽക്കാൻ അവരുടെ ബറക്കത്ത് കൊണ്ട് ആ ബറക്കത്തിൻ്റെ ആ ഫയലാൻ അല്ലാഹു അവരെ സ്നേഹിച്ചതിന് ഖുർബത്തായി സ്വീകരിച്ച് അതിൻ്റെ ഒരു പ്രഭ നമ്മുടെ ഖൽബിലേക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, സിറാത്തുൽ മുസ്തഖീം സത്യസരണയുടെ സാക്ഷിയാവുക എന്നതാണ് ഇന്നത്തെ വിഷയം. വളരെ പരിമിതമായ സമയമാണ്, വളരെ ദീർഘമായ വിഷയമാണ്. ഈ വർഷം കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും സെക്കൻഡ് പാർട്ട് അടുത്ത വർഷം പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ നോക്കൂ, സമയം വളരെ പരിമിതമാണ്. എല്ലാവരും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം ഫാത്തിഹയാണ്. എന്നെ മാത്രമല്ല അതിന് ഉമ്മുൽ ഖുർആൻ എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാമകരണം ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം സൂറത്തുൽ ഫാത്തിഹ. അത് ഉമ്മാണ്, അത് അസാസാണ്. എന്ന് മാത്രമല്ല അൽ ബഖറ മുതൽ നാസ് വരെയുള്ള അധ്യായങ്ങൾ ഫാത്തിഹയുടെ വിശദീകരണമാണ്. അത്രയും മഹത്താണ് ഫാത്തിഹ. അത് കൻസ, അത് നിധിയ. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അൽ ബഖറ മുതൽ നാസ് വരെ ഓടിയില്ല എന്ന് വെക്കൂ. സപ്പോസ് അങ്ങനെ വെക്കൂ.
ഒരാൾ തൻ്റെ ജീവിതത്തിൽ അൽ ബഖറ മുതൽ നാസ് വരെ ഓതിയതേ ഇല്ല എങ്കിൽ അതിൻ്റെ പേരിൽ അവൻ കുറ്റക്കാരൻ അല്ല, കൂലില്ല മാത്രം. കുറ്റം നരകത്തിൽ കിടക്കാൻ കൂലില്ലാത്തതുണ്ട്, ഖൈറാത്ത് അധികരിപ്പിക്കാത്തതുകൊണ്ട് നരകത്തിൽ കിടക്കാം, അത് അതിൻ്റെ പേരിലാണ്. പക്ഷേ ഇത് ഓതിയില്ല എന്നതിൻ്റെ പേരിൽ നരകത്തിൽ കിടക്കില്ല. എന്തുകൊണ്ട്? അത് ഓതൽ സുന്നത്താ. സുന്നത്തെന്നാൽ യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി എന്ന. ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ഈ ദീന് ഈ നിലവാരത്തിലെത്തിക്കാൻ വേണ്ടി കാല് തളർന്ന് നടന്നു പോയ ഉലമാഇന്റെ ഒരു മകനാകാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാനിത് പറയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നോക്ക്, ഒരാൾ അൽ ബഖറ മുതൽ നാസ് വരെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഓടിയില്ലെങ്കിലും അയാൾ കുറ്റക്കാരൻ അല്ല. എന്തുകൊണ്ട്? അത് ഓരൽ നിർബന്ധമാണെന്ന രേഖ എവിടെയും ഇല്ല. സുന്നത്തെന്നാൽ യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ശിക്ഷയില്ല. എന്നാൽ ഫാത്തിഹ ഒരു ദിവസം ഒരാൾ 16 വട്ടം ഓടിയാലും കുറ്റക്കാരനാകും. ഇത് അയാളുടെ ലൈഫിൽ അൽ ബഖറ മുതൽ നാസ് വരെ ഒരാൾ അയാളുടെ ലൈഫിൽ ഒരു തവണ ഓടിയില്ലെങ്കിലും അതിൻ്റെ പേരിൽ അയാൾ കുറ്റക്കാരനല്ല, ഖൈറാത്തില്ല, കൂലില്ല, നരകത്തിലാവാം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതിൻ്റെ പേരിൽ എന്തുകൊണ്ട് യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി, അങ്ങനെയാ സുന്നത്ത്. ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ല. എന്നാൽ ഫാത്തിഹ 16 തവണ ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു മുഅ്മിൻ ഓടിയാലും അവൻ കുറ്റക്കാരനാവണം. ആവും 17 തവണ ഓതിയിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തവണ നഷ്ടപ്പെട്ടു പോയാൽ, അത് ഓരാൻ സമയം കിട്ടിയില്ലെങ്കിൽ അത് സ്വീകരിക്കാൻ, അത് തഹമ്മുൽ ചെയ്യാൻ യോഗ്യതയുള്ള ഒരു ഇമാം അവൻ്റെ മുന്നിലുണ്ടായിരിക്കണം. അപ്പോൾ ഫലത്തിൽ അവൻ ഓതിയതു പോലെയാണ്. എന്താ ഫാത്തിഹയുടെ പ്രാധാന്യം? ഫാത്തിഹ എന്നാൽ 5 ഖുർബാനുകളും ഒരു പ്രാർത്ഥനയും ഒരു വിശദീകരണവുമാണ്. ഖുർബാൻ ആരാധന. എപ്പോഴും അള്ളാഹിന്റെ മുന്നിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം